പാകിസ്ഥാൻ പാർലമെന്റിലേക്കും പ്രവിശ്യാ സഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നാളെ 128 ദശലക്ഷം പൗരന്മാർക്കാണ് പാകിസ്ഥാനിൽ വോട്ടവകാശമുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായി പോളിംഗ് ശതമാനം കാര്യമായി കുറയുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 52-ൽ താഴെയായിരുന്നു 2018-ലെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് വിഭാഗവും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. 266 നാഷണൽ അസംബ്ലി സീറ്റുകളിലേക്കാണ് മത്സരം. ഇതിൽ 60 സീറ്റുകൾ സ്ത്രീകൾക്കും 10 സീറ്റുകൾ മുസ്ലിം വിഭാഗങ്ങൾക്കും മാത്രമായി സംവരണം ചെയ്തിരിക്കുന്നു. പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ, ഖൈബർ പങ്ക്തുൻഖ്വ തുടങ്ങിയ പ്രാദേശിക അസംബ്ലികളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കടുത്ത രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ്. 30% രാജ്യത്തെ പണപ്പെരുപ്പം. അൻവർ ഉൽ ഹഖ് ഖക്കറിന്റെ നേതൃത്വത്തിലുള്ള കാവൽ മന്ത്രിസഭയുടെ ഭരണത്തിലാണ് നിലവിൽ പാകിസ്ഥാൻ. അഴിമതിയും തെരഞ്ഞെടുപ്പ് അട്ടിമറികളും വ്യാപകമായി പാകിസ്ഥാനിൽ സംഭവിക്കുക പതിവാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ അഴിമതി കേസുകളും തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ചർച്ചാ വിഷയമായിരുന്നു. 5000-ലേറെ സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. 160-ലേറെ ചെറു രാഷ്ട്രീയ പാർട്ടികളും പാകിസ്ഥാനിലുണ്ട്. വലിയൊരു ജനവിഭാഗത്തിന് വോട്ട് നിഷേധിക്കപ്പെടുന്നതും വോട്ടവകാശമുള്ളവർ തെരഞ്ഞെടുപ്പിനെത്താത്തതും പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലമാക്കുന്നു. ഭീകരവാദികൾ സാന്നിധ്യമുറപ്പിച്ച മേഖലകൾ വ്യാപകമായുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം പാകിസ്ഥാൻ ജനതയ്ക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.